എന്നോട് എല്ലാവരും എപ്പോഴും ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ആസ്, ആൻഡ്, ഓഫ്, ബി, ബീൻ ഈ വാക്കുകളൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ പഠിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആസ് യൂസ് നോക്കാം. മെയിൻ ആയിട്ട് നമ്മൾ ആസ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നത് കാരണം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ അത് നടന്നതിന്റെ കാരണം എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ് യൂസ് ചെയ്യുന്നത്. ഈ സെന്റൻസ് ഒന്ന് നോക്കിക്കേ. എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നത് കാരണം ഞാൻ നേരത്തെ ഇറങ്ങി. ഇവിടെ എന്താ പറയുന്നത്? ഇങ്ങനെ എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ആ ഒരു സംഭവം കാരണം ഞാൻ നേരത്തെ ഇറങ്ങി. അപ്പൊ ഇവിടെ കാരണം എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ആസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെ പറയാൻ പറ്റും? ഇങ്ങനെ പറയാൻ പറ്റും. I left early as I had a meeting. എന്നുവെച്ചാൽ എന്താണ്? എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നത് കാരണം ഞാൻ നേരത്തെ ഇറങ്ങി. ഇവിടെ ആസ് എന്ന് പറയുന്നത് നമ്മൾ കാരണം എന്നുള്ള വാക്കിന് പകരം യൂസ് ചെയ്യാണ്. ഇനി സെക്കൻഡ് നോക്കിക്കേ, ഓഫ്. ഓഫ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പൊസഷൻ കാണിക്കാനായിട്ട്, ഒരു ഉടമസ്ഥത കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ് മിക്കപ്പോഴും. നമ്മൾ മലയാളത്തിൽ ഇന്ത്യയുടെ എന്ന് പറയത്തില്ലേ? ഉദാഹരണത്തിന് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയാണ്. ഇന്ത്യയുടെ, ഇവിടെ ഇന്ത്യയുടെ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഓഫ് യൂസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണെന്നല്ലേ? നമുക്ക് ഇങ്ങനെ പറയാം. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇവിടെ ഇന്ത്യയുടെ എന്ന് പറയുന്നതിന് പകരമാണ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ എന്ന് വരുന്നിടത്തൊക്കെ നമുക്ക് ഓഫ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഓഫിന്റെ മെയിൻ യൂസേജ്. ഇനി ആൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയത്തില്ലേ, ഒരു ആപ്പിള്, ഒരു കാറ്, ഒരു ചെയർ, ഒരു ടേബിൾ, അങ്ങനെ പറയത്തില്ലേ? അപ്പൊ സാധാരണ ഗതിയിൽ ഫോർ എക്സാമ്പിൾ ഒരു ടേബിൾ എന്ന് പറയണമെങ്കിൽ നമുക്ക് എ ടേബിൾ എന്ന് പറയാവുന്നതാണ് അല്ലേ? പക്ഷേ നമ്മൾ എല്ലാ കേസിലും നമുക്ക് എ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് എ, ഇ, ഐ, ഒ, യു എന്നീ സൗണ്ട്സ് കൊണ്ട്, വവൽസ് ആണ് ഇതെല്ലാം. അപ്പോൾ വവൽ സൗണ്ട് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ കൂടെ നമുക്ക് എ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ആ, എ, ഇ, ഒ, ഈ സൗണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ കൂടെ നമുക്ക് എ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം ഒരു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആൻ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ഐസ്ക്രീം വേണം. വേണം എന്നുള്ളതിന് നമ്മൾ വാണ്ട് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക. ഐ വാണ്ട്. ഇവിടെ ഒരു ഐസ്ക്രീം എന്നുള്ള വാക്കിന്റെ ഉച്ചാരണം നോക്കിക്കേ. ഐ സ്ക്രീം എന്നാണ് പറയുന്നത്. ഐ ആണ് അല്ലേ? അപ്പൊ ആ സൗണ്ട് വന്നതുകൊണ്ട് ഐ വാണ്ട് ആൻ ഐസ്ക്രീം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നമ്മൾ ആസ് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അതിന്റെ കാരണം പറയാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ? ഐ ലെഫ്റ്റ് ഏർലി ആസ് ഐ ഹാഡ് എ മീറ്റിംഗ്. അപ്പൊ ഇവിടെ എന്താണ് ആസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഉടമസ്ഥത കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയുടെ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നതിന് പകരം നമുക്ക് ഓഫ് യൂസ് ചെയ്യാം. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ആൻ എന്ന് പറയുന്നത് ഒരു എന്നുള്ളതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ്. നമ്മൾ ഒരു ടേബിൾ എന്നുള്ളതിന് എ ടേബിൾ എന്ന് പറയാം. പക്ഷേ ഒരു വവൽ സൗണ്ട് വരുന്ന വാക്കിന്റെ കൂടെ നമുക്ക് ആനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഐ വാണ്ട് എ ഐസ്ക്രീം എന്ന് പറയാറ് നമ്മൾ ഐ വാണ്ട് ആൻ ഐസ്ക്രീം എന്ന് പറയുന്നത്. കാരണം ആ സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ബി ആൻഡ് ബീൻ ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ പഠിക്കാം. സ്റ്റേ ട്യൂൺ, സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. അതിൽ ഞാൻ ബിയും ബീനും പഠിപ്പിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വാക്കുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കോമെൻറ്റ് ചെയ്യുക, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 24 hours അവൈലബിൾ ആയിട്ടുള്ള ട്രെയിനേഴ്സുമായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ഹാവ് എ വണ്ടർഫുൾ ഡേ. English Mitra. Stop worrying, start learning.